പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൊമേഴ്സ് ട്യൂട്ടർ മലയാളം വീഡിയോ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രണ്ടാം വർഷ അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പാർട്ട് 3 ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹോംവർക്ക് തന്നിരുന്നത് എല്ലാവരും ഓർമ്മിക്കുമല്ലോ. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 1 ഹോംവർക്കായിട്ട് തന്നിരിക്കുന്നത്. എല്ലാവരും ആ ഹോംവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ക്യാഷ് ബുക്കിൽ നിന്നുള്ള ഒരു ഹെൽത്ത് ക്ലബിൻ്റെ ക്യാഷ് ബുക്കിലെ ഡീറ്റെയിൽസ് ആയിരുന്നു തന്നിരുന്നത്. ഓപ്പണിംഗ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് തന്നിരുന്നു. അതോടൊപ്പം തന്നെ സബ്സ്ക്രിപ്ഷൻ, ഡൊണേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ്ഡ്, റെൻറ്റ് പെയ്ഡ്, ജനറൽ എക്സ്പെൻസസ്, പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി, കൊറിയർ ചാർജസ്, സൺട്രി എക്സ്പെൻസസ്. ദെൻ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് തന്നിരുന്നു. ക്യാഷ് ഇൻ ഹാൻഡ് 12,000. അപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എല്ലാവരും വർക്കൗട്ട് ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് അതിൻ്റെ ആൻസറിലേക്ക് പോകാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് ആദ്യം കാണിക്കുന്നു. ബാലൻസ് ബ്രോ ഡൗൺ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ് 5,000, ക്യാഷ് അറ്റ് ബാങ്ക് 25,000. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതുക. ദെൻ തന്നിരിക്കുന്ന റെസിപ്റ്റുകൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. സബ്സ്ക്രിപ്ഷൻ 1,65,000 ആൻഡ് ഓൾസോ ഡൊണേഷൻസ് 35,000. ഈ 2 റെസിപ്റ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 80,000 ഉണ്ട്, ക്രെഡിറ്റ് ചെയ്യുക. റെൻറ്റ് 20,000. ജനറൽ എക്സ്പെൻസസ് 21,500. പോസ്റ്റേജ് ആൻഡ് സ്റ്റേഷനറി 2,000. ദെൻ കൊറിയർ ചാർജസ് 1,000. സൺട്രി എക്സ്പെൻസസ് 2,500. അങ്ങനെ ടോട്ടൽ വരിക ഡെബിറ്റ് സൈഡിൽ 2,30,000 ആണ്. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു, 2,30,000. ദെൻ 2,30,000 നിന്നും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുക്കുക. റഫായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ എടുത്തു. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡ് തന്നിരിക്കുന്ന 12,000 എഴുതുക. ദെൻ ആ ഡിഫറൻസിൽ നിന്നും 12,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് അറ്റ് ബാങ്ക് 91,000 ബാലൻസ് ഫിഗറായിട്ട് ലഭിക്കുന്നതാണ്. അത് ലഭിച്ചത് 2,30,000, അതായത് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ആയിട്ടുള്ള 2,30,000 നിന്നും ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ 1,27,000 മൈനസ് ചെയ്തു. അപ്പോൾ 1,03,000 ലഭിച്ചു നമുക്ക്. അതാണ് ക്യാഷും ബാങ്കിൻ്റെയും കൂടി ക്ലോസിംഗ് ബാലൻസ്. 1,03,000 നിന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 12,000 ക്യാഷ് ഇൻ ഹാൻഡ് മൈനസ് ചെയ്യുമ്പോഴാണ് 91,000 ക്യാഷ് അറ്റ് ബാങ്ക് ലഭിക്കുന്നത്. സോ എല്ലാവരും ചെയ്തിരിക്കുന്നത് ശരിയെന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കൊരു അസൈൻമെൻറ്റ് കൂടി ഉണ്ടായിരുന്നു. അസൈൻമെൻറ്റിൽ വിവിധ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് തന്നിരുന്നു. അതിനെ ക്യാപിറ്റൽ റെസീപ്റ്റ്സ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്, റവന്യൂ റെസീപ്റ്റ്സ്, റവന്യൂ പേയ്മെൻറ്റ്സ് എന്നിങ്ങനെ 4 തലക്കെട്ടുകളിലായിട്ട് തരംതിരിക്കാൻ വേണ്ടിയായിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാവരും ചെയ്തിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഡൊണേഷൻ, അതായത് സ്പെസിഫിക് പർപ്പസിലുള്ള ഡൊണേഷൻ മാത്രമാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്. എൻട്രൻസ് ഫീസ്, ലെഗസീസ്, സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ സ്പെസിഫിക് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇവയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ദെൻ റവന്യൂ റെസീപ്റ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനറൽ ഡൊണേഷനാണ് ഒന്നാമതായിട്ട്. ദെൻ സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്, സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽസ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, പ്രൊസീഡ്സ് ഫ്രം ചാരിറ്റി ഷോസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, മിസലേനിയസ് റെസീപ്റ്റ്സ്. ഇവയെല്ലാം റവന്യൂ റെസീപ്റ്റ്സിൻ്റെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. ദെൻ മൂന്നാമതായിട്ട് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ് 2 മാത്രമേ ഉള്ളൂ. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സും ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സെക്യൂരിറ്റീസും. ദെൻ ഫോർത്തിലി റവന്യൂ പേയ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് നോക്കുക. പർച്ചേസ് ഓഫ് സ്പോർട്സ് മെറ്റീരിയൽ, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് കൊറിയർ ചാർജസ്, അഡ്വർടൈസ്മെൻറ്റ്സ്, വേജസ് ആൻഡ് സാലറി, ഹോണറേറിയം, ടെലിഫോൺ ചാർജസ്, ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ചാർജസ്, റിപ്പയർ ആൻഡ് റിന്യൂവൽസ്, upkeep of playground, conveyance charges,
സബ്സ്ക്രിപ്ഷൻ ഫോർ പീരിയോഡിക്കൽസ്, ഓഡിറ്റ് ഫീസ്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസസ്, മുനിസിപ്പൽ ടാക്സസ്, ചാരിറ്റി ആൻഡ് ഓൾസോ ഇൻഷുറൻസ്. ഇവയെല്ലാം റവന്യൂ പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ റവന്യൂ വേർതിരിവ് തീർച്ചയായിട്ടും നമ്മൾക്ക് തുടർന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്ന അവസരങ്ങൾ കൂടുതൽ ആവശ്യമാണ്. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചില പെക്യുലർ ഐറ്റത്തിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അവരുടെ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ചില പ്രത്യേക ഐറ്റം എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നതിന് വ്യക്തത വരുത്തുകയാണ്. പ്രധാനമായിട്ടും 13 ഐറ്റംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവയുടെ ട്രീറ്റ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം നോക്കാം. സോ സബ്സ്ക്രിപ്ഷൻ ഈസ് എ മെമ്പർഷിപ്പ് ഫീസ് പെയ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓൺ ആനുവൽ ബേസിസ്. വാർഷിക അടിസ്ഥാനത്തിൽ ആ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നവയാണ് വരിസംഖ്യ അഥവാ സബ്സ്ക്രിപ്ഷൻ. The total amount of subscription actually received during the year is shown in the receipts and payments account. അപ്പോൾ ഈ വർഷം ആകെ ലഭിച്ച തുക നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഒരു റെസിപ്റ്റ് ആയിട്ടാണ് കാണിക്കുക. അതായത് റെസിപ്റ്റ്സ് നമുക്കറിയാം അവിടെ ഡെബിറ്റ് ചെയ്യണം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ. അപ്പോൾ ഈ വർഷം ലഭിച്ച ആകെ തുക സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ആകെ ലഭിച്ച തുകയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. ദെൻ the amount of subscription relating to the current period only is shown in the income and expenditure account, irrespective of the fact whether it has been received or not. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ കറണ്ട് ഇയറിലുമായിട്ട് ബന്ധപ്പെട്ട സബ്സ്ക്രിപ്ഷൻ ഈ വർഷം ലഭിക്കേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷൻ മാത്രമേ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. അതായത് നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ആ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം ലഭിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ അത് മുൻകൂട്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ടാവാം ഈ വർഷം. എന്നാൽ അവയൊന്നും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ഇറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഓർ നോട്ട്, കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്താണ് ആ സബ്സ്ക്രിപ്ഷന് ഈ വർഷത്തേതാണെങ്കിൽ അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആക്ച്വലി കിട്ടിയ എമൗണ്ട് മാത്രം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കണക്കിലെടുക്കുമ്പോൾ ഈ വർഷം കിട്ടാനുള്ള തുക കൂടി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കണക്കിലെടുക്കേണ്ടതുണ്ട്. ആക്ച്വലി ഈ വർഷത്തേത് എത്രയാണോ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ മെമ്പേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കേണ്ടത് എത്രയാണോ അത് ലഭിച്ചെങ്കിലും ഇല്ലെങ്കിലും ഈ വർഷത്തെ ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. ദെൻ അതോടൊപ്പം തന്നെ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ ഈസ് ഷോൺ ആസ് ആൻ അസറ്റ് ആൻഡ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ഈസ് ഷോൺ ആസ് എ ലയബിലിറ്റി ഇൻ ദ ബാലൻസ് ഷീറ്റ്. ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ലഭിക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അഥവാ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വർഷം കുടിശ്ശിക വന്നിട്ടുള്ള അല്ലെങ്കിൽ ലഭിക്കാതെ പോയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, ഈ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഇനി ലഭിക്കാനുണ്ടെങ്കിൽ അതാണ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത്. അവ ഒരു അസറ്റായിട്ട് വേണം പരിഗണിക്കാൻ. കാരണം കിട്ടാനുള്ള ഇൻകമാണ്, ഈ വർഷത്തെ ഇൻകമാണ്, കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടാനുള്ള ഇൻകം ആയതുകൊണ്ട് അതിനെ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സ് ആയിട്ട് കാണിക്കണം അക്രൂഡ് സബ്സ്ക്രിപ്ഷന്. എന്നാൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മുൻപേർ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത വർഷത്തെ വരിസംഖ്യ ഏതെങ്കിലും മെമ്പേഴ്സ് മുൻകൂട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല, ഈ വർഷത്തതല്ല. അതുകൊണ്ട് അതിനെ ലയബിലിറ്റി ആയിട്ട് വേണം നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. കാരണം അൺഏൺഡ് സബ്സ്ക്രിപ്ഷനാണ്, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഇൻകം അല്ല, അത് മുൻകൂട്ടി ലഭിച്ച ഇൻകം ആയതുകൊണ്ട് ആ റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് അല്ലെങ്കിൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷനെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അപ്പോൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറയുമ്പോൾ വരിസംഖ്യ മൊത്തം ലഭിച്ച തുകയും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് ആയിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ തുക മാത്രമേ, അത് കിട്ടിയെങ്കിലും ഇല്ലെങ്കിലും ഈ വർഷത്തെ തുക മാത്രമേ നമ്മൾ ഇൻകമായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റിൽ കിട്ടാനുള്ള തുക അല്ലെങ്കിൽ അക്രൂഡ് സബ്സ്ക്രിപ്ഷനെ ഒരു അസറ്റായിട്ടും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മുൻകൂട്ടി കിട്ടിയ അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ദാറ്റ് ഈസ് അബൌട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സബ്സ്ക്രിപ്ഷൻ. നമുക്കിനി സബ്സ്ക്രിപ്ഷൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് കിടക്കാം. കാൽക്കുലേഷൻ ഓഫ് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു എക്സാമ്പിളാണ്. എ സ്പോർട്സ് ക്ലബ് റിസീവ്ഡ് ₹20,000 as subscriptions during the year 2019-20, for which ₹3,000 relates to the year 2018-19 and ₹2,000 to 2020-21
At the end of the year 2019-20 rupees 6,000 were still receivable and rupees 1,000 were received in advance. അപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന ഈ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ വർഷം നമുക്ക് 20,000 സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നിന്നും മെമ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സ്പോർട്സ് ക്ലബിന് പരിസംഖ്യ ഇനത്തിൽ 20,000 ലഭിച്ചിട്ടുണ്ട്. 2019-20 വർഷത്തെ ലഭിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ 20,000 ആണ്. എന്നാൽ ഇതിൽ 3,000 കഴിഞ്ഞ വർഷത്തേതാണ്, 2018-19 3,000. എന്നാൽ മുൻപ് ലഭിച്ചിട്ടുള്ളതാണ് 2020-21 കാലഘട്ടത്തിൽ മുൻകൂട്ടി ലഭിച്ചിട്ട് 2,000 ഉണ്ട്. അങ്ങനെയാണ് 20,000 വന്നിരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് ഈ വർഷം ഇനി 6,000 രൂപ കിട്ടാനുണ്ട്. അക്രൂഡായിട്ട് വർഷാവസാനം 6,000 രൂപ ഈ വർഷം ഇനി കിട്ടാനുണ്ട്. അതോടൊപ്പം തന്നെ മുൻകൂട്ടി ലഭിച്ചതാകട്ടെ 1,000 രൂപയുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളിൽ നിന്നാണ് നമ്മൾ ഒരു റെസീപ്റ്റ്സ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് ഈ വർഷം ആരംഭത്തിൽ മുൻകൂട്ടി ലഭിച്ചതാണ് 1,000. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ ഇൻകം അഥവാ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ തുകയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനായി ആദ്യമായി ഈ വർഷം നമുക്ക് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കുന്നു. 20,000 ആണ് നമുക്ക് ഈ വർഷം ലഭിച്ച സബ്സ്ക്രിപ്ഷൻ. അതിനോടുകൂടി പ്രാരംഭത്തിലുള്ള അഡ്വാൻസ് കിട്ടിയ തുക അല്ലെങ്കിൽ ഓപ്പണിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ. ഓപ്പണിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വർഷ ആരംഭത്തിൽ നമുക്ക് മുൻകൂട്ടി ലഭിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷനാണ്. പരിസംഖ്യ കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചത് ഈ വർഷത്തെ തുകയാണെങ്കിൽ അത് ഓപ്പണിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷനാണ്. അതായത് തുടക്കത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2,000 ഉണ്ട്. അത് ഈ വർഷത്തേതായതുകൊണ്ട് ആഡ് ചെയ്യണം. ദെൻ ആഡ് ചെയ്യേണ്ടത് ക്ലോസിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ വർഷാവസാനം ഇനിയും ലഭിക്കാനുള്ള തുക 6,000 രൂപ വർഷാവസാനം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാനുണ്ടായിരുന്നു. അതും ഈ വർഷത്തേതായതുകൊണ്ട് അതിനെ കണക്കിലെടുക്കണം. ദെൻ ലെസ് ചെയ്യേണ്ട തുക ഓപ്പണിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷനാണ്. വർഷ ആരംഭത്തിൽ കിട്ടാനുണ്ടായിരുന്നത് അത് കഴിഞ്ഞ വർഷത്തേതാണ്. അത് ഈ വർഷത്തെ ഇൻകമായിട്ട് പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് ഓപ്പണിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലെസ് ചെയ്യുന്നത്. സോ ഓപ്പണിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ വർഷ ആരംഭത്തിൽ ലഭിക്കാനുണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷൻ തുക അത് കഴിഞ്ഞ വർഷത്തായതുകൊണ്ട് ആ 3,000 rupees ഒഴിവാക്കുന്നു, ലെസ് ചെയ്യുന്നു. ദെൻ ഓൾസോ ക്ലോസിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ വർഷാവസാനം മുൻകൂട്ടി കിട്ടുക എന്ന് പറയുന്നത് അടുത്ത വർഷത്തേതാണ്. അപ്പോൾ അടുത്ത വർഷത്തെ തുകയാണ് മുൻകൂട്ടി ലഭിച്ചിരിക്കുന്നത്. അതും പരിഗണിക്കേണ്ടതില്ല, അതും ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് ലെസ് ചെയ്യണം. ക്ലോസിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ 1,000 രൂപ ലെസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടത് 8,000 ആഡ് ചെയ്യുമ്പോൾ 28,000 ആകുന്നു. അതിൽ നിന്ന് ലെസ് ചെയ്യേണ്ട 4,000 ആണ്. സോ സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് 24,000. ഇവിടെ ഈ സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ 4 കാര്യങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ഒന്നാമതായി ഓപ്പണിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. വർഷ ആരംഭത്തിലുണ്ടായിരുന്ന മുൻകൂട്ടി ലഭിച്ച സബ്സ്ക്രിപ്ഷൻ അത് തനത് വർഷത്തേതാണ്. കഴിഞ്ഞ വർഷം മുൻകൂട്ടി കിട്ടിയത് തനത് വർഷത്തെയാണ്, അത് ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനം ഇനി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇനിയും ലഭിക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ, അതായത് ക്ലോസിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. ലെസ് ചെയ്യേണ്ട 2 ഐറ്റംസ്, ഒന്ന് ഓപ്പണിംഗ് അക്രൂഡ് സബ്സ്ക്രിപ്ഷനാണ്, പ്രാരംഭത്തിലുള്ള ലഭിക്കാനുള്ള സബ്സ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനാണ്, അതുകൊണ്ടാണ് ലെസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലോസിംഗ് അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ, വർഷാവസാനം മുൻകൂട്ടി ലഭിച്ച സബ്സ്ക്രിപ്ഷൻ അടുത്ത വർഷത്തേതാണ്, ഈ വർഷത്തേതല്ല, അതുകൊണ്ട് ലെസ് ചെയ്യണം. അപ്പോൾ തനത് വർഷത്തെ സബ്സ്ക്രിപ്ഷൻ തുക മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്ക് കിടക്കാം. സബ്സ്ക്രിപ്ഷൻ ഇൻകം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മറ്റൊരു എക്സാമ്പിൾ.
Extracts of receipts and payments account for the year ended March 31st, 2020 are given below. Receipt of subscription 2018-19 rupees 2500. 2019-20 rupees 26,700. 2020-21 1000. അങ്ങനെ 3 വർഷത്തെ കണക്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ വർഷത്തെ 2500 കിട്ടിയിട്ടുണ്ട്, ഈ വർഷത്തെ 26,750 കിട്ടിയിട്ടുണ്ട്. എന്നാൽ അടുത്ത വർഷത്തെ മുൻകൂട്ടി ലഭിച്ചതാകട്ടെ 1000 രൂപയാണ്. ഈ രീതിയിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലബിൽ ടോട്ടൽ മെമ്പേഴ്സ് 230 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഈസ് 230. ദെൻ ഓരോ മെമ്പറും നൽകേണ്ട ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീസ് 125 ആണ്. ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് ഈസ് rupees 125. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 1/4/2019 വർഷ ആരംഭത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു 2750. ദെൻ ഈ വിവരങ്ങളിൽ നിന്നും കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ ഓൾസോ കാൽക്കുലേറ്റ് അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ ഓൺ 31/3/2020. ഈ വർഷം മൊത്തത്തിൽ അക്രൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊത്തം ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ 2 ടാസ്ക്കാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഈ വർഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. നമുക്കിവിടെ മൊത്തം 230 മെമ്പേഴ്സാണ് ക്ലബിലുള്ളത്. ഒരാൾ അടയ്ക്കേണ്ട ഫീസാകട്ടെ 125 വാർഷിക ഫീസ്. അപ്പോൾ 125 × 230 ഈ വർഷത്തെ ആകെ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഈ വർഷത്തെ ഇൻകമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് ആ തുക മാത്രമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. ₹125 ഒരു മെമ്പർ അടയ്ക്കേണ്ടത് ഇയർലി സബ്സ്ക്രിപ്ഷൻ 125. അതിനോടൊപ്പം തന്നെ 230 മെമ്പേഴ്സാണുള്ളത്. അങ്ങനെ 28,750 നമുക്ക് ഈ വർഷം കിട്ടേണ്ട സബ്സ്ക്രിപ്ഷൻ. ആ തുകയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റ് കാൽക്കുലേഷൻ നടത്താതെ നേരിട്ട് നമുക്ക് ആനുവൽ സബ്സ്ക്രിപ്ഷനെ നമ്പർ ഓഫ് മെമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇൻകം കണ്ടുപിടിക്കാൻ കഴിയും. ദെൻ ഇനിയും ഈ വർഷം മൊത്തത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള തുക എത്രയാണ്? 31/3/2020 അക്രൂഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? അപ്പോൾ ഈ കാൽക്കുലേഷൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വർഷ ആരംഭത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അത് കുറച്ച് പൈസ കിട്ടിയിട്ട് മുഴുവൻ പൈസയും കിട്ടിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിങ്ങും ഉണ്ട്. ദെൻ അപ്പോൾ ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് 2000 രൂപയാണ്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം ലഭിക്കാനുണ്ടായിരുന്ന 250 കൂടിയുണ്ട്. അങ്ങനെ 2250 രൂപയാണ് അക്രൂഡ് സബ്സ്ക്രിപ്ഷനായിട്ട് ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കാൻ കഴിയുക. അതായത് ഈ വർഷത്തെ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഈ വർഷത്തെ അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ആകെ ലഭിക്കേണ്ടത് 28,750. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കേണ്ടത് 28,750 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ മൊത്തം കാണിക്കണമെങ്കിലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമുക്കറിയാം ഈ വർഷത്തായിട്ട് 26,750 ഉള്ളൂ. ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട് 26,750. 28,750 ആകെ ലഭിക്കേണ്ടതിൽ 26,750 ലഭിച്ചിട്ടുള്ളതെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ ആ 2000 രൂപ ഇനി അക്രൂഡാണ് ലഭിക്കാനുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ വർഷത്തെ അക്രൂഡ് ഉണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ വർഷം 2,750 രൂപ അക്രൂഡ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അതിൽ 2,500 കിട്ടിയിട്ടുള്ളൂ. ക്വസ്റ്റിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് 2,750 വർഷ ആരംഭത്തിലുള്ള അക്രൂഡ് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ലഭിച്ചതാകട്ടെ 2,500 എന്ന് പറഞ്ഞാൽ 2,250 രൂപ കൂടി ഇനി പ്രീവിയസ് ഇയറിലെ കിട്ടാനുണ്ട്. കറണ്ട് ഇയറിലെ 2,000 കിട്ടാനുണ്ട്. അങ്ങനെ 2,250 വർഷാവസാനം ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട അക്രൂഡ് സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ്റെ കാൽക്കുലേഷൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക.
നമ്മൾ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് കിടക്കുന്നത്. അടുത്ത ഐറ്റം ഡൊണേഷനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് ഗിഫ്റ്റ് ഇൻ ക്യാഷ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഫ്രം സം പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ. ഡൊണേഷൻ ക്യാൻ ബി ഫോർ സ്പെസിഫിക് പർപ്പസ് ഓർ ഫോർ ജനറൽ പർപ്പസ്. അപ്പോൾ ഗിഫ്റ്റായിട്ട് ക്യാഷോ പ്രോപ്പർട്ടിയോ ലഭിക്കുന്നതാണ് ഡൊണേഷൻ, സംഭാവന എന്ന് പറയുന്നത്. ഈ സംഭാവന സ്പെസിഫിക് പർപ്പസും ആവാം, ജനറൽ പർപ്പസും ആവാം. അപ്പോൾ ഏത് പർപ്പസിനാണ് ഡൊണേഷൻ ലഭിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ റവന്യൂ റെസിപ്റ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഡൊണേഷൻ സ്പെസിഫിക് ഡൊണേഷൻ ആണെങ്കിൽ, ഇഫ് ഡൊണേഷൻ റിസീവ്ഡ് ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ടു അച്ചീവ് സ്പെസിഫിക് പർപ്പസ് ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ് ആൻഡ് ഷോൺ on the liability side of the balance sheet, irrespective of the fact whether the amount is big or small. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് ഡൊണേഷൻ ആണോ, ഒരു പ്രത്യേക ആവശ്യത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഡൊണേഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ ലൈബ്രറി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡൊണേഷൻ ലഭിക്കുന്നു. അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഡൊണേഷൻ ആണെങ്കിൽ അത് സ്പെസിഫിക് ഡൊണേഷനാണ്. ആ സ്പെസിഫിക് ഡൊണേഷൻ എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അതിനെ ക്യാപിറ്റൽ ഐറ്റമായിട്ട് വേണം പരിഗണിക്കാൻ. അതായത് അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതില്ല. നേരെ തിരിച്ച് സ്പെസിഫിക് ഡൊണേഷനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഒരു പ്രത്യേക ഫണ്ട് എന്ന നിലയിൽ നമ്മളതിനെ മാറ്റിവെക്കുന്ന തുകയാണ് സ്പെസിഫിക് ഡൊണേഷൻ. അതുകൊണ്ട് ക്യാപിറ്റലൈസ് ചെയ്യാണ് വേണ്ടത്, റവന്യൂ ആയിട്ട് അല്ല പരിഗണിക്കേണ്ടത്. എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും സ്പെസിഫിക് ഡൊണേഷനെ ക്യാപിറ്റലൈസ് ചെയ്യണം. അതിനെ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. നേരെ ജനറൽ ഡൊണേഷൻസ് ആണെങ്കിൽ ദീസ് ആർ ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്സ് ആസ് ഈസ് എ റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം. ഇറ്റ് ഈസ് ടേക്കൺ ടു ഇൻകം സൈഡ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പോൾ ജനറൽ ഡൊണേഷൻസ് അത് റെക്കറിങ് നേച്ചറുള്ള ഒരു ഐറ്റമാണ്. കാരണം റെഗുലർ സോഴ്സ് ഓഫ് ഇൻകം ആണത്. സ്ഥിരമായിട്ട് നമുക്ക് ഇത്തരം പൊതു ആവശ്യങ്ങൾക്കുള്ള ഡൊണേഷൻ സംഭാവനകൾ ലഭിക്കാറുണ്ട്. അതൊരു സ്ഥിര വരുമാനം എന്ന നിലയിൽ റെക്കറിങ് നേച്ചറായിട്ട് തന്നെ വേണം നമ്മൾ പരിഗണിക്കാൻ. അതുകൊണ്ട് തന്നെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകം ആയിട്ട് പരിഗണിക്കേണ്ട ഐറ്റമാണ് ജനറൽ ഡൊണേഷൻ. ദെൻ അബൌട്ട് ദ തേർഡ് ഐറ്റം, ലെഗസീസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ആസ് പെർ ദ വിൽ ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ. മരണപ്പെട്ട ഒരാളുടെ വിൽപത്രം പ്രകാരം നമുക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലഭിക്കുന്ന തുകയാണ് ലെഗസി എന്ന് പറയുക, അല്ലെങ്കിൽ മരണശാസന ദാനം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരാളുടെ മരണശേഷം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ലഭിക്കുന്ന തുകയാണ് ലെഗസി. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ഈസ് ഡയറക്ട്ലി ആഡഡ് ടു ക്യാപിറ്റൽ ഫണ്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ലെഗസി എന്ന് പറയുന്നത് സാധാരണ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനോട് കൂടി ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഇനമാണ്, ക്യാപിറ്റൽ ഫണ്ടിനോട് ആഡ് ചെയ്യുന്ന ഒരു ഇനമാണ് സാധാരണഗതിയിൽ ലെഗസി. ഹൗവർ ലെഗസീസ് ഓഫ് സ്മോൾ എമൗണ്ട് മേ ബി ട്രീറ്റഡ് ആസ് ഇൻകം ആൻഡ് ഷോൺ ഓൺ ദ ഇൻകം സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ലെഗസി ആയിട്ട് ലഭിക്കുന്ന തുക വളരെ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ, വളരെ കുറഞ്ഞ തുകയാണെങ്കിൽ അതിനെ റവന്യൂ ആയിട്ട് പരിഗണിച്ചാൽ മതി. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ അവിടെ ലെഗസി പരിഗണിക്കാം. വളരെ ചെറിയ എമൗണ്ട് ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടെ ബാലൻസ് ഷീറ്റിൽ അതിനെ കാണിക്കേണ്ടതില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ലെഗസിയുടെ എമൗണ്ട് ആണ് തീരുമാനിക്കുന്നത്, അത് ക്യാപിറ്റലാണോ റവന്യൂ ആണെന്നുള്ളത്. ലെഗസി നോർമലി അതൊരു ക്യാപിറ്റൽ ഐറ്റമാണ്. എന്നാൽ വളരെ സ്മോൾ എമൗണ്ട് മാത്രമേ ലെഗസിയായിട്ട് ലഭിക്കുന്നുള്ളൂ എങ്കിൽ അതിനെ റവന്യൂ ആയിട്ട് നമുക്ക് പരിഗണിച്ച് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നാലാമതായി നമ്മൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിനെ കുറിച്ചാണ് കാണുന്നത്. സം മെമ്പേഴ്സ് പ്രിഫർ ടു പേ ലംസം എമൗണ്ട് ആസ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് പീരിയോഡിക് സബ്സ്ക്രിപ്ഷൻ. സച്ച് എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്രെഡിറ്റഡ് ഡയറക്ട്ലി ടു ദ ക്യാപിറ്റൽ ഫണ്ട്. ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് ചില മെമ്പേഴ്സ് ലംസമായിട്ട്, അല്ലെങ്കിൽ തുക മാസം മാസം അല്ലെങ്കിൽ ഇയർലി അടയ്ക്കാതെ ഒന്നിച്ച് മെമ്പർഷിപ്പ് ഫീസ് അടയ്ക്കാറുണ്ട്. സബ്സ്ക്രിപ്ഷന് പകരമായിട്ട് മെമ്പർഷിപ്പ് ഫീസ് ഒന്നിച്ചടയ്ക്കാറുണ്ട്. അങ്ങനെ ഒന്നിച്ച് തുക ലഭിക്കുകയാണെങ്കിൽ
അതിനാണ് ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. ക്യാപിറ്റൽ ഫണ്ടിലേക്ക് നേരിട്ട് ആഡ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചില ക്വസ്റ്റ്യൻസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. സെർട്ടൈൻ പെർസെൻറ്റേജ് മേ ബി ക്യാപിറ്റലൈസ്ഡ്. അങ്ങനെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്, അതായത് 1/3 ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ബാക്കി 2/3 റവന്യൂ ആയിട്ട് പരിഗണിക്കണം. അല്ലെങ്കിൽ 50% ക്യാപിറ്റലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ലൈഫ് മെമ്പർഷിപ്പ് ഫീസിൻ്റെ പകുതി നമ്മൾ ക്യാപിറ്റലായിട്ട് പരിഗണിക്കുന്നു, പകുതി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകം ആയിട്ട് പരിഗണിക്കുന്നു. അപ്പോൾ സ്പെസിഫിക് ആയിട്ടൊന്നും പറയുന്നില്ല എങ്കിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസിനെ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അതായത് ബാലൻസ് ഷീറ്റിൽ മാത്രം എടുത്താൽ മതി. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് സാധാരണത്തിൽ എടുക്കേണ്ടതില്ല. അതിനെ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിച്ചുകൊണ്ട് ക്യാപിറ്റൽ ഫണ്ടിലൂടെ ആഡ് ചെയ്ത് കാണിച്ചാൽ മതി. ദെൻ ഫിഫ്തിലി അബൌട്ട് ദ എൻട്രൻസ് ഫീസ്. എൻട്രൻസ് ഫീ, ഓൾസോ നോൺ ആസ് അഡ്മിഷൻ ഫീസ്, ഈസ് പെയ്ഡ് ഓൺലി once by the members at the time of becoming a member. It is usually of non-recurring and treated as capital receipt. But in case of education institutions, it is of recurring nature and hence treated as a revenue receipt. അപ്പോൾ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് ഒരംഗ സ്ഥാപനത്തിൽ ചേരുമ്പോൾ നൽകേണ്ട തുകയാണ്. ഇതിനെ അഡ്മിഷൻ ഫീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സാധാരണ ക്ലബ്ബ് പോലെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ആ ക്ലബ്ബ് ആരംഭിക്കുന്ന സമയത്തായിരിക്കും എൻട്രൻസ് ഫീസ് ലഭിക്കുക. അപ്പോൾ അത് സാധാരണത്തിൽ നോൺ റെക്കറിങ് ആയിരിക്കും. അവിടെ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് പരിഗണിച്ചാൽ മതി. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ, കോളേജ് പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതൊരു റെക്കറിങ് നേച്ചറാണ്. എല്ലാ വർഷവും അഡ്മിഷൻ നടക്കുമ്പോൾ അവിടെ അഡ്മിഷൻ ഫീസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റെക്കറിങ് നേച്ചർ ആയതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എൻട്രൻസ് ഫീസിനെ ഒരു റവന്യൂ ഐറ്റമായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻട്രൻസ് ഫീസ് ക്യാപിറ്റലാണോ റവന്യൂ ആണെന്ന് തീരുമാനിക്കുന്നത് പ്രത്യേകിച്ചും ഏതുതരം സ്ഥാപനമാണത്, അല്ലെങ്കിൽ ആ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ നേച്ചർ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. സാധാരണഗതിയിൽ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് അവിടെ ക്യാപിറ്റലൈസ് ചെയ്യുകയാണ് പതിവ്, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് അതിനെ സാധാരണഗതിയിൽ പരിഗണിക്കേണ്ടത്. അതിനെ നോർമൽ കേസിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പരിഗണിക്കേണ്ടതില്ല. എന്നാൽ ഇത് റെക്കറിങ് നേച്ചറിലാണെങ്കിൽ, ആവർത്തന സ്വഭാവമുള്ളതാണെങ്കിൽ, പ്രത്യേകിച്ചും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, കോളേജ്, സ്കൂളൊക്കെ അത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവിടെ എൻട്രൻസ് ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് എല്ലാ വർഷവും ലഭിക്കുന്ന ഒരു തുകയാണ്. അതുകൊണ്ട് അവയെ റവന്യൂ നേച്ചറായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകം ആയിട്ട് പരിഗണിക്കാം. ദെൻ നെക്സ്റ്റ് അബൌട്ട് സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ്. അപ്പോൾ നമ്മുടെ അസറ്റ് നമുക്ക് വിൽപ്പന നടത്താം. ഓൾഡ് അസറ്റ്സ് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ receipts from sale of an old asset appear in the receipts and payments account of the year in which it is sold. But any gain or loss on the sale of assets is taken to the income or expenditure account of the year. അപ്പോൾ പഴയ അസറ്റ്, പഴയ ഫർണിച്ചർ വിറ്റൊഴിവാക്കുന്നു, പുതിയ ഫർണിച്ചർ വാങ്ങുമ്പോൾ പഴയത് വിറ്റൊഴിവാക്കുന്നു. അപ്പോൾ അത്തരത്തിൽ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ് ഉണ്ടെങ്കിൽ ആ വിറ്റ് കിട്ടുന്ന തുക എത്രയാണോ അതിനെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഒരു റെസിപ്റ്റ് ആയിട്ട് പരിഗണിക്കണം. അതേ സമയത്ത് തന്നെ ആ വിൽപ്പനയിലൂടെ നഷ്ടമാണോ ലാഭമാണോ എന്ന് നോക്കണം. അത് ആ ഗെയിൻ ആണോ ലോസ് ആണോ ഉണ്ടായിരിക്കുന്നത്. അതായത് ബുക്കിലുള്ള വിലയേക്കാളും കൂടുതൽ വിലയ്ക്കാണ് ആ അസറ്റ് വിൽക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ ഗെയിൻ ആണുള്ളത്. അങ്ങനെ ഗെയിൻ ലഭിക്കുന്നെങ്കിൽ ആ ഗെയിൻ തുക, അതായത് ഇപ്പോൾ 5,000 റുപ്പീസ് ബുക്ക് വാല്യൂ ഉള്ള ഒരു അസറ്റാണ് 7,000 റുപ്പീസിന് സോൾഡ് ഔട്ട് ചെയ്യുന്നെങ്കിൽ ആ 2,000 അവിടെ ഗെയിൻ ആണ്. ആ 2,000 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകം ആയിട്ട് പരിഗണിക്കാം. അതേ സമയത്ത് കുറഞ്ഞ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്, അല്ലെങ്കിൽ ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് ഒരു അസറ്റ് സോൾഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ ആ നഷ്ടം അതിനെയും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കണം. അപ്പോൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം, സെയിൽ ഓഫ് അസറ്റിലൂടെയുള്ള ലാഭമോ നഷ്ടമോ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണം. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ആണെങ്കിൽ അത് ലോസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ
ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. നേരെ തിരിച്ച് അവിടെ ലോസ് ആണ് സംഭവിച്ചെങ്കിൽ, ബുക്ക് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലക്കാണ് ആ അസറ്റ് വിറ്റതെങ്കിൽ ആ ലോസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ അധിക വിലക്കാണ് വിറ്റതെങ്കിൽ ആ പ്രോഫിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇൻകമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. സോ അസറ്റ് വിറ്റ് ലഭിക്കുന്ന തുക, അതിൻ്റെ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റായിട്ട് കാണിക്കുന്നു. എന്നാൽ പ്രോഫിറ്റോ ലോസോ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് അബൌട്ട് സെയിൽ ഓഫ് പീരിയോഡിക്കൽസ്. ന്യൂസ് പേപ്പർ, പഴയ മാഗസിൻസ് ഒക്കെ നമ്മൾ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ സെയിൽ ഓഫ് പീരിയോഡിക്കൽസിൻ്റെ കേസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ ഐറ്റം ഓഫ് റെക്കറിംഗ് നേച്ചർ ആൻഡ് ഷോൺ ആസ് ദ ഇൻകം സൈഡ് ഓഫ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇത് റെക്കറിംഗ് നേച്ചറാണ്. പഴയ പേപ്പർ, മാഗസിൻസ് ഒക്കെ നമ്മൾ വിറ്റൊഴിവാക്കാറുണ്ട്. അങ്ങനെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട് ഒരു ഇൻകമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് അബൌട്ട് സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ്. സ്പോർട്സ് ക്ലബ്ബുകളിലൊക്കെ സ്പോർട്സ് മെറ്റീരിയൽസ്, ഉപയോഗശേഷമുള്ള സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കുന്നതിനെ കുറിച്ചാണ്. സെയിൽ ഓഫ് സ്പോർട്സ് മെറ്റീരിയൽസ് യൂസ്ഡ് സ്പോർട്സ് ഐറ്റംസ് ലൈക്ക് ഓൾഡ് ബോൾസ്, ബാറ്റ്സ് എക്സെട്ര is the regular feature with any sports club. It is usually shown as an income in the income and expenditure account. അപ്പോൾ സ്പോർട്സ് മെറ്റീരിയൽസ്, പഴയ ബോള്, ബാറ്റ്, അങ്ങനെയൊക്കെയുള്ള സ്പോർട്സ് മെറ്റീരിയൽസ് സ്പോർട്സ് ക്ലബിൽ നിന്ന് നമ്മൾ വിറ്റൊഴിവാക്കാറുണ്ട്. അത്തരം പഴയ സ്പോർട്സ് മെറ്റീരിയൽസ് വിൽക്കുന്നെങ്കിൽ അത് റെക്കറിംഗ് നേച്ചർ തന്നെയാണ്. അതിനെ ഒരു ഇൻകമായിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ പരിഗണിക്കുകയാണ് വേണ്ടത്. Then next about payment of honorarium. It is the amount paid to the person who is not the regular employee of the institution. Payment of an artist for giving performance at the club is an example of honorarium. This payment of honorarium is shown on the expenditure side of the income and expenditure account. വിശിഷ്ട വ്യക്തികൾക്ക് നമ്മൾ നൽകുന്ന പ്രതിഫല തുകയാണ് ഹോണറേറിയം. സ്ഥിര എംപ്ലോയീസ് അല്ലാത്ത ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്ലബിൽ വാർഷിക ആഘോഷങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ആ ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സ്പെൻഡിച്ചറായിട്ട് വേണം നമ്മൾ പരിഗണിക്കേണ്ടത്. റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട് ഈ ഹോണറേറിയത്തെ ഒരു എക്സ്പെൻഡിച്ചറായിട്ട് വേണം പരിഗണിക്കാൻ. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ചെലവാണ് ഹോണറേറിയം. ദെൻ പത്താമതായി എൻഡോമെന്റ് ഫണ്ട്. ഇറ്റ് ഈസ് എ ഫണ്ട് arising from a gift from members or outsiders, the income of which is devoted for a specific purpose. Hence it is a capital receipt and is shown on the liability side of the balance sheet as an item of specific purpose funds. എൻഡോമെന്റ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിലെ മെമ്പേഴ്സോ അല്ലെങ്കിൽ പുറമേ ഉള്ളവരോ ഗിഫ്റ്റായിട്ട് ഒരു ഫണ്ട് നൽകുന്നു, ഒരു തുക നൽകുന്നു. അതിൻ്റെ ഇൻകം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആ തുക എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻകം ഉപയോഗിച്ച് പ്രത്യേക കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് സ്കൂളുകളിലൊക്കെ എൻഡോമെന്റ് ഫണ്ട് വിതരണം വാർഷിക ആഘോഷവേളകളിലൊക്കെ നിങ്ങൾക്ക് പരിചിതമാണ്. സ്കൂളിലുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ പുറമെയുള്ള വിശിഷ്ട വ്യക്തികളോ ഒക്കെ നിശ്ചിത തുക നൽകിക്കൊണ്ട് അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കുട്ടികൾക്ക് സ്കോളർഷിപ്പായിട്ട് അല്ലെങ്കിൽ പഠന മികവുള്ള വിദ്യാർത്ഥികൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻഡോമെന്റ് ഫണ്ട് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ എൻഡോമെന്റ് ഫണ്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. എൻഡോമെന്റ് ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പലിശ എന്ന് പറയുന്നത് അതിനോടുകൂടി ആഡ് ചെയ്യണം. ഓരോ വർഷവും കൊടുക്കുന്ന എൻഡോമെന്റ് തുക എന്ത് പർപ്പസിനാണ് എൻഡോമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ പർപ്പസിനൂടെ അത് ചിലവഴിക്കുമ്പോൾ അതിൻ്റെ എക്സ്പെൻഡിച്ചർ മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻഡോമെന്റ് ഫണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് പോലെ കാണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തതായിട്ട് ഗവൺമെൻറ് ഗ്രാൻറ്റ്. ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാൻറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം.
Schools, libraries, etc. depend upon government grant for their activities. The recurring grant like maintenance grant is treated as a revenue receipt. However, grants such as building grant are treated as capital receipt and transferred to the building fund account. സ്കൂളുകൾക്കും ലൈബ്രറികൾക്കൊക്കെ ഗവൺമെന്റിൽ നിന്നും ഗ്രാന്റ് ലഭിക്കാറുണ്ട്, ധനസഹായം ലഭിക്കാറുണ്ട്. ചില ഗ്രാൻറ്റുകൾ റെക്കറിംഗ് നേച്ചർ ആയിരിക്കും, റെഗുലറായിട്ട് എല്ലാ വർഷവും ഗ്രാന്റ് ലഭിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് സ്കൂളുകൾക്കൊക്കെ മെയിൻ്റനൻസ് ഗ്രാന്റ്, റിപ്പയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ ലഭിക്കുന്ന ഗ്രാൻഡാണ് മെയിൻ്റനൻസ് ഗ്രാന്റ്. ആ മെയിൻ്റനൻസ് ഗ്രാന്റ് എല്ലാ വർഷവും ലഭിക്കുന്നതായതുകൊണ്ട് റെക്കറിംഗ് നേച്ചർ ആയതുകൊണ്ട് അതിനെ ഒരു റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. എന്നാൽ നേരെ തിരിച്ച് ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടൊക്കെ ഗ്രാന്റ് ലഭിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രാൻറ്റുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. അപ്പോൾ അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബിൽഡിംഗ് ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാന്റ് റെക്കറിംഗ് ആണോ നോൺ റെക്കറിംഗ് ആണെന്നോ നോക്കിയിട്ട് വേണം അവിടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട്. റെക്കറിംഗ് നേച്ചറുള്ള ഗ്രാന്റ് ആണെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. എന്നാൽ നോൺ റെക്കറിംഗ് നേച്ചറിലുള്ള ഗ്രാൻറ്റുകൾ, ബിൽഡിംഗ് ഗ്രാന്റ് പോലെയുള്ള ഗ്രാൻറ്റുകളാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് വേണം പരിഗണിക്കാൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ ഫണ്ട്സ്. സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ്. ക്ലബ് മേ ക്രിയേറ്റ് എ സ്പെഷ്യൽ ഫണ്ട് ഫോർ സർട്ടൻ പർപ്പസസ് ഓർ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൈസ് ഫണ്ട്, മാച്ച് ഫണ്ട്, സ്പോർട്സ് ഫണ്ട്, ടൂർണമെൻറ്റ് ഫണ്ട് എക്സെട്ര. അപ്പോൾ സ്പെഷ്യൽ ഫണ്ടുകൾക്ക് ഉദാഹരണങ്ങളാണ് പ്രൈസ് ഫണ്ട്. പ്രൈസൊക്കെ കൊടുക്കാൻ വേണ്ടി വിന്നേഴ്സിന് പ്രൈസുകൾ, അവാർഡുകളൊക്കെ കൊടുക്കാൻ വേണ്ടി പ്രൈസ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. മാച്ച് ഫണ്ടുകൾ, വർഷം നമ്മൾ മാച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ അല്ലെങ്കിൽ സ്പോർട്സ് ഫണ്ട് അല്ലെങ്കിൽ ടൂർണമെൻറ്റ് ഫണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇവയൊക്കെ സ്പെഷ്യൽ ഫണ്ട്സിന് ഉദാഹരണമാണ്. Such funds are invested in securities and the income earned on such investments is added to the respective fund, not credited to income and expenditure account. The expenses incurred on such a specific purpose are also added from the special fund. Also deducted from the special fund. If balance in specific or special fund is negative, it is transferred to the debit side of income and expenditure account. ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഫണ്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ആ സ്പെഷ്യൽ ഫണ്ട് സാധാരണ ഇതിൽ പുറമെ ഇൻവെസ്റ്റ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നും എന്തെങ്കിലും ഇൻകം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഡിവിഡൻഡ് ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ഏതെങ്കിലും ആ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകമായിട്ട് പരിഗണിക്കേണ്ടതില്ല. നേരെ തിരിച്ച് അതിനെ ആ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ആ സ്പെഷ്യൽ ഫണ്ടിൻ്റെ തുകയോടുകൂടി അതിൽ ലഭിക്കുന്ന അധിക വരുമാനം ആഡ് ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ചെലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണം ടൂർണമെൻറ്റ് ഫണ്ട് ആകുമ്പോൾ ടൂർണമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പെൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്പോർട്സ് ഫണ്ട് ആണെങ്കിൽ ആ സ്പോർട്സിൻ്റെ വിന്നേഴ്സിന് അവാർഡുകൾ കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവ് വരുന്നുണ്ട്. അത്തരം ചിലവുകൾ നമ്മൾ ഇതിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്നും എക്സ്പെൻസുകൾ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അവിടെ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ഫണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻകമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളോ ഒരിക്കലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കൊണ്ടുപോകേണ്ടതില്ല. അവയെല്ലാം ബന്ധപ്പെട്ട ഫണ്ടിനോടുകൂടി, ഇൻകം ആണെങ്കിൽ അതിനോട് ആഡ് ചെയ്യണം. ദെൻ എന്തെങ്കിലും എക്സ്പെൻസ് ആ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ആ ഫണ്ട് തുകയിൽ നിന്നും അത് ലെസ് ചെയ്യണം. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഫണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മുടെ ഫണ്ട് തുക എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ തികയുന്നില്ലെങ്കിൽ അവിടെ ഫണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആണുള്ളത്. അപ്പോൾ അവിടെ സ്പെഷ്യൽ ഫണ്ടിൽ നെഗറ്റീവ് തുകയാണുള്ളതെങ്കിൽ, അതായത് ഷോർട്ടേജ് ആണ് ഫണ്ടുള്ളതെങ്കിൽ അവിടെ ഷോർട്ടുള്ള തുക നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ്, എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കുകയാണ് വേണ്ടത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോർമലി സ്പെഷ്യൽ ഫണ്ടുകൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ അവിടെ പ്രാരംഭത്തിലുള്ള അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ഫണ്ടിനോടൊപ്പം തന്നെ ആ വർഷം ഫണ്ട് ജനറേറ്റ് ചെയ്ത തുക ആഡ് ചെയ്യുകയും എക്സ്പെൻസസ് ലെസ് ചെയ്യുകയും ചെയ്തിട്ട് അവിടെ നെറ്റ് ബാലൻസ്
ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയാണ് ചെയ്യുക. എന്നാൽ ചില അവസരങ്ങളിൽ ഫണ്ടിൽ നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും, അതായത് എക്സ്പെൻസ് അധികം ഉണ്ടാകുന്നു. അങ്ങനെ എക്സ്പെൻസ് അധികരിക്കുന്ന സാഹചര്യങ്ങളിൽ അവിടെ ഫണ്ടിന് ഷോർട്ടേജ് ആണുള്ളത്. ആ ഷോർട്ടേജ് ഉള്ള തുക മാത്രം അവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ ഫണ്ടിനെ കുറിച്ചുള്ള ഒരു എക്സാമ്പിളാണിത്. ഷോ ഫോളോവിങ് ഇൻഫർമേഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന ഇനങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് എക്സ്പെൻസസ് 16,000 ഉണ്ട്, മാച്ച് ഫണ്ട് 8,000, ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000, സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ് 7,000. ഇത്ര ഇൻഫർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. വർഷാരംഭത്തിൽ മാച്ച് ഫണ്ട് 8,000 രൂപ നമ്മുടെ ബാലൻസ് ഉണ്ടായിരുന്നു. ദെൻ ഡൊണേഷൻ ആയിട്ട് നമുക്ക് 5,000 കിട്ടിയിട്ടുണ്ട്. ദെൻ ടിക്കറ്റ് വിറ്റിട്ട് നമുക്ക് 7,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 20,000 രൂപ മൊത്തത്തിൽ നമുക്ക് മാച്ച് ഫണ്ട് ഇപ്പോൾ കൈവശമുണ്ട്. എന്നാൽ അതിൽ നിന്നും എക്സ്പെൻസ് മീറ്റ് ചെയ്ത് 16,000 ആണ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, 4,000 നമുക്ക് ബാലൻസ് ഉണ്ട്. ആ 4,000 ബാലൻസ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ബി പാർട്ട് ശ്രദ്ധിക്കുക. വാട്ട് വിൽ ബി ദ ഇഫക്റ്റ് ഇഫ് ടോട്ടൽ മാച്ച് എക്സ്പെൻസസ് വാസ് ₹22,000 ആൻഡ് അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. മറ്റൊരു മാറ്റവുമില്ല, അവിടെ എക്സ്പെൻസ് അധികരിക്കുന്നു. 16,000 നിന്ന് 22,000 മാറുന്നു. 6,000 രൂപ അധികമായിട്ട് എക്സ്പെൻസ് ഉണ്ടാകുന്നു. അപ്പോൾ 22,000 ഇവിടെ ടോട്ടൽ എക്സ്പെൻസ്, മാച്ച് എക്സ്പെൻസ്. കൈവശമുള്ള പണമാവട്ടെ മൊത്തം ഉള്ള തുക 20,000 ആണ്. അപ്പോൾ 2,000 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് അവിടെ സെക്കൻഡ് കേസിൽ ഷോർട്ടേജ് ആയിട്ടുള്ള 2,000 റുപ്പീസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. മാച്ച് എക്സ്പെൻസ് ആയിട്ട് ആ 2,000 അവിടെ കാണിക്കേണ്ടതാണ്. കാരണം ദർ ഇസ് ഷോർട്ടേജ് ഓഫ് 2,000. എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. ബാലൻസ് ഷീറ്റിലാണ് അവിടെ ഫസ്റ്റ് കേസിൽ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ ഫണ്ട് കാണിക്കേണ്ടത്. ലയബിലിറ്റി സൈഡിൽ മാച്ച് ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 8,000 കാണിച്ചു. അതോടൊപ്പം തന്നെ ഡൊണേഷൻ ലഭിച്ചത് ആഡ് ചെയ്യുന്നു 5,000. ദെൻ എഗെയിൻ ആഡ് മാച്ച് ടിക്കറ്റ് വിറ്റ് കിട്ടിയത് 7,000 രൂപയാണ്. അങ്ങനെ നമുക്ക് മൊത്തം ഫണ്ട് 20,000 ഉണ്ട്. അതിൽ നിന്നും എക്സ്പെൻസ് ആയിട്ടുള്ള 16,000 ആണ്. അപ്പോൾ നെറ്റ് എമൗണ്ട് 4,000 ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. എന്നാൽ സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞു 22,000 ആണ് എക്സ്പെൻസ് എങ്കിൽ അവിടെ 2,000 ഡെഫിഷ്യൻസി ആണുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് ബാലൻസ് ആണ് ഫണ്ടിലുള്ളത്. ആ 2,000 റുപ്പീസ് ഷാൽ ബി ചാർജ്ഡ് ടു ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുകയാണ് ആ 2,000. അപ്പോൾ ഫണ്ടിൽ എക്സസ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലും, ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ആ ഷോർട്ടേജ് ഉള്ള തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറുമായിട്ടാണ് കാണിക്കേണ്ടത്. Then the last item is about the stationery or medicines. സാധാരണ ക്ലബ്ബ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ സ്കൂൾ പോലുള്ള സ്ഥാപനങ്ങളിൽ സ്റ്റേഷനറി ചിലവുകൾ വരാറുണ്ട്. അല്ലെ ഹോസ്പിറ്റലുകൾക്കാണെങ്കിൽ മെഡിസിൻ എക്സ്പെൻസസ് വരാറുണ്ട്. അവയുടെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? എക്സ്പെൻസസ് ഇൻക്ലൂഡ് ഓൺ സ്റ്റേഷനറി ഓർ മെഡിസിൻസ് ആർ ചാർജ്ഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. കാരണം അത് റെഗുലർ നേച്ചറുള്ളതാണ്. അതുകൊണ്ട് അതിനെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് വേണം പരിഗണിക്കാൻ വേണ്ടിയിട്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ബട്ട് ഇൻ കേസ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ഈസ് ഗിവൺ, മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് വർക്ക്ഔട്ട് കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി ഓർ മെഡിസിൻ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ. എന്നാൽ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ, സ്റ്റേഷനറിയുടെയോ അല്ലെങ്കിൽ മെഡിസിൻ്റെയോ ഒക്കെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ അവ പരിഗണിച്ചുകൊണ്ട് അവിടെ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മെഡിസിൻസ് കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ആ തുകയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദ എമൗണ്ട് ഈസ് ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ഇറ്റ്സ് സ്റ്റോക്ക് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അവിടെ എമൗണ്ട് കൺസ്യൂം ചെയ്തത്, സ്റ്റേഷനറി അല്ലെങ്കിൽ മെഡിസിൻ കൺസ്യൂം ചെയ്തതിൻ്റെ കോസ്റ്റ് മാത്രമേ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ടതുള്ളൂ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. മെഡിസിൻ്റെ അല്ലെങ്കിൽ സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് കണ്ടെത്തി ആ തുക ബാലൻസ് ഷീറ്റിലും കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ
സ്റ്റേഷനറി കൺസ്യൂമർ കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ആ സ്റ്റേഷനറിയുടെ അല്ലെങ്കിൽ മെഡിസിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുക. കാരണം അത് ഈ വർഷം ഉപയോഗിച്ചതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ വർഷം നമ്മൾ കൺസ്യൂം ചെയ്തതാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ഈ വർഷം പർച്ചേസ് ചെയ്തത് ആഡ് ചെയ്യുക. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള മെഡിസിൻ അല്ലെങ്കിൽ സ്റ്റേഷനറി മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റേഷനറി അല്ലെങ്കിൽ മെഡിസിൻ കൺസ്യൂം ചെയ്തതിൻ്റെ കോസ്റ്റ് ലഭിക്കും. ആ തുക മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കേണ്ടതുള്ളൂ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള തുക നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഒരു എക്സാമ്പിൾ നോക്കാം. Extractor receipts and payments account for the year ended March 31st, 2020 is given. സ്റ്റേഷനറിക്ക് വേണ്ടി നമ്മൾ ചിലവഴിച്ച തുക ഈ വർഷം കൊടുത്ത തുക 23,000 ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രകാരം 23,000 പേയ്മെൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് സ്റ്റേഷനറി ഇനത്തിൽ. മറ്റ് അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയിരിക്കുന്നു. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി വർഷ ആരംഭത്തിലുള്ള 4,000 വർഷ അവസാനത്തിലുള്ള 3,000 ആണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ഫോർ സ്റ്റേഷനറി, കടമായിട്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ട് സ്റ്റേഷനറി. വർഷ ആരംഭത്തിൽ 9,000 രൂപ ക്രെഡിറ്റേഴ്സിന് സ്റ്റേഷനറി വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുണ്ട്. വർഷ അവസാനമായിട്ട് 2,500 സ്റ്റേഷനറി വാങ്ങിയ ഇനത്തിൽ നമ്മൾ ക്രെഡിറ്റേഴ്സ് ഉണ്ട് 2,500. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ എത്രമാത്രമാണ് ഇവിടെ സ്റ്റേഷനറി കൺസ്യൂംഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട, എക്സ്പെൻഡിച്ചറായിട്ട് ഉൾപ്പെടുത്തേണ്ട സ്റ്റേഷനറിയുടെ കോസ്റ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എമൗണ്ട് ഓഫ് സ്റ്റേഷനറി കൺസ്യൂംഡ് ഷുഡ് ബി ഫൈൻഡ് ഔട്ട്. എങ്ങനെ അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഈ വർഷം സ്റ്റേഷനറി ഇനത്തിൽ ചെലവഴിച്ച തുക ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി കൺസ്യൂമറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റേഷനറി വാങ്ങുന്നതിന് വേണ്ടി ചിലവഴിച്ച തുക 23,000 എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് ആദ്യം പരിഗണിക്കുക. സ്റ്റേഷനറിക്ക് വേണ്ടി പണം കൊടുത്തിരിക്കുന്നത് 23,000 ആണ്. ദെൻ അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 4,000 ആഡ് ചെയ്യുക. വർഷ ആരംഭത്തിൽ സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് 4,000 റുപ്പീസിൻ്റെ. അത് ഈ വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അതുകൊണ്ട് ആഡ് ചെയ്യുക. ആൻഡ് ഓൾസോ ആഡ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ഓഫ് സ്റ്റേഷനറി. വർഷ അവസാനം സ്റ്റേഷനറി വാങ്ങിയ ഇനത്തിൽ കൊടുക്കാനുള്ള തുക, കാരണം ആ സ്റ്റേഷനറി ഈ വർഷം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതാണ്, പണം കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ കടമായിട്ട് സ്റ്റേഷനറി വാങ്ങിയിട്ടുണ്ട്, പണം കൊടുക്കാനുണ്ട് എന്നേ ഉള്ളൂ. ആ സ്റ്റേഷനറിയുടെ തുകയും ഈ വർഷം ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് 2,500 ആഡ് ചെയ്യണം. എന്നാൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യണം. കാരണം വർഷ അവസാനം മിച്ചമുള്ളത് ഉപയോഗിച്ചിട്ടില്ല ഈ വർഷം. അതുകൊണ്ട് ഈ വർഷത്തെ ചിലവായിട്ട് അത് പരിഗണിക്കേണ്ടതില്ല. കാരണം ആ സ്റ്റേഷനറി സാധനങ്ങൾ ബാലൻസ് ഉണ്ട്, അത് അടുത്ത വർഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി അപ്പോൾ ലെസ് ചെയ്യണം 3,000. ആൻഡ് ഓൾസോ ലെസ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഓഫ് സ്റ്റേഷനറി. വർഷ ആരംഭത്തിലുള്ള സ്റ്റേഷനറിയുടെ ക്രെഡിറ്റേഴ്സ്, സ്റ്റേഷനറി വാങ്ങിയതിൽ കൊടുക്കാനുള്ള പൈസ വർഷ ആരംഭത്തിലുണ്ടായിരുന്നത്, കാരണം അത് കഴിഞ്ഞ വർഷം വാങ്ങിയ സ്റ്റേഷനറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നുള്ള അസംഷനിലാണ് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഓഫ് സ്റ്റേഷനറിയും ലെസ് ചെയ്യുന്നത്. 9,000 ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യുന്നു. അങ്ങനെ 6,500 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 29,500 കിട്ടുന്നു. അതിൽ നിന്നും 12,000 ലെസ് ചെയ്യുമ്പോൾ സ്റ്റേഷനറി എക്സ്പെൻസ് ആയിട്ട് 17,500 ലഭിക്കേണ്ടത്. ഈ 17,500 മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടതുള്ളൂ. എന്നാൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റേഷനറി ആയിട്ടുള്ള 3,000 കാണിക്കണം. അതുപോലെ ലയബിലിറ്റി സൈഡിൽ സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള 2,500 കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റേഷനറിയുടെ എക്സ്പെൻസ് അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങിയതിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പേയ്മെൻ്റ് ആയിട്ടുള്ള തുക ആദ്യം പരിഗണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സുമാണ് ആഡ് ചെയ്യേണ്ടത്. ലെസ് ചെയ്യേണ്ടതായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക്, അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആക്ച്വലി കൺസ്യൂം ചെയ്ത സ്റ്റേഷനറിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ അവിടെ മെഡിസിൻ്റെ കോസ്റ്റ് ലഭിക്കും. ഇനി നമുക്ക്
ഏതാനും ചില ഹോംവർക്ക് കൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗം എന്ന നിലയിൽ നമുക്ക് കാണാം. ഹോംവർക്കുകൾ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുകയും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഹോംവർക്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയും അടുത്ത വീഡിയോ ക്ലാസ്സുകളിൽ അതിൻ്റെ ഉത്തരങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിരുന്നു. ആ സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ്. ശ്രദ്ധിക്കുക, മോണിറ്ററിലേക്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഓഫ് മൈത്രി സ്പോർട്സ് ക്ലബ് ഷോഡ് ദാറ്റ് rupees 68,500 were received by way of subscription for the year ended on March 31st, 2017. ഇപ്പോൾ തനത് വർഷം, അതായത് 2017 മാർച്ചിൽ അവസാനിക്കുന്ന വർഷമാണ് തന്നിരിക്കുന്നത്. 68,500 രൂപ റെസിപ്റ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ദെൻ അഡീഷണൽ ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ മാർച്ച് 31st, 2016 വർഷാരംഭത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് 6,500. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആസ് ഓൺ മാർച്ച് 31st, 2016 മുൻകൂട്ടി ലഭിച്ചതാകട്ടെ വർഷാരംഭത്തിൽ 4,100 ആണ്. എന്നാൽ ഈ വർഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ 5,400 ഉണ്ട്. വർഷം അവസാനം മുൻകൂട്ടി ലഭിച്ചതാകട്ടെ 2,500 രൂപ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ഷോ ഹൗ the above information would appear in the final accounts for the year ended on March 31st, 2017 of Maitri Sports Club. അപ്പോൾ മൈത്രി സ്പോർട്സ് ക്ലബിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൽ, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകമായിട്ട് എത്ര രൂപ സബ്സ്ക്രിപ്ഷൻ കാണിക്കണം എന്ന് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ അസറ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ എത്ര കാണിക്കണം. അതോടൊപ്പം തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് സബ്സ്ക്രിപ്ഷൻ ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എത്ര തുകയാണ് കാണിക്കേണ്ടത്. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഹോംവർക്കിൽ നിന്നും വർക്കൗട്ട് ചെയ്യേണ്ടത്. ദെൻ ഓൾസോ അനദർ ക്വസ്റ്റ്യൻ, കാൽക്കുലേഷൻ ഓഫ് സ്പോർട്സ് ഫണ്ട് നമ്മൾ പഠിച്ചു. സ്പോർട്സ് ഫണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്പെഷ്യൽ ഫണ്ടിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ്. ഫോളോവിങ് ഈസ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഐറ്റംസ് ഓഫ് എ സ്പോർട്സ് ക്ലബ്. ഷോ ദീസ് ഐറ്റംസ് ഇൻ ദ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ദ ക്ലബ്. ക്ലബിൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ, അതായത് നമുക്കറിയാം സ്പെഷ്യൽ ഫണ്ടിൽ, ഇവിടെ സ്പോർട്സ് ഫണ്ടാണ്. ആ സ്പോർട്സ് ഫണ്ടിൽ മിച്ചം പൈസ ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിലും, നെഗറ്റീവ് തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ടേജ് ആണെങ്കിൽ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും ആണ് കാണിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും ഇവയെ ഫൈനൽ അക്കൗണ്ടിൽ എങ്ങനെ കാണിക്കാം? നമുക്കറിയാം, പോസിറ്റീവായിട്ടുള്ള ബാലൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ തുക ഫണ്ടിൽ സ്പോർട്സ് ഫണ്ടിൽ ചെലവ് കഴിച്ച് എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാം. നെഗറ്റീവ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിക്കേണ്ടതുള്ളൂ. ഇവിടെ സ്പോർട്സ് ഫണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. 2015 വർഷത്തെയാണ്, 2015-16 വർഷത്തെയാണ്. സ്പോർട്സ് ഫണ്ട് 1/4/2015 സ്പോർട്സ് ഫണ്ട് വർഷാരംഭത്തിലുള്ള സ്പോർട്സ് ഫണ്ട് തന്നിട്ടുണ്ട്. ദെൻ ഈ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 35,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് സ്പോർട്സ് ഫണ്ടിനോട് ആഡ് ചെയ്യണം. സ്പോർട്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിനെ കാണിക്കേണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്പോർട്സ് ഫണ്ടിന് കിട്ടിയ ഡൊണേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. സ്പോർട്സ് പ്രൈസ് അവാർഡ് ചെയ്തത് എക്സ്പെൻസാണ്. സ്പോർട്സ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്ത എക്സ്പെൻസും പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ 14,000 എക്സ്പെൻസ് വരുന്നുണ്ട്. ആ രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 4 ആണ്. നമ്മുടെ NCERT-യുടെ അല്ലെങ്കിൽ SCERT-യുടെ ടെസ്റ്റ് രണ്ടും സെയിം ടെക്സ്റ്റ് ബുക്കാണ്. NCERT-യുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഇറക്കുന്ന SCERT-യുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഒരേ സിലബസ് ആണ്, ഒരേ പാഠഭാഗങ്ങളാണ്. കാരണം കേരളത്തിലും കേരള സിലബസ് എന്ന് പറയുന്ന NCERT അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് NCERT പുസ്തകമാണെങ്കിലും കേരള ഗവൺമെൻറ് ഇറക്കുന്ന SCERT പുസ്തകമാണെങ്കിലും രണ്ടും ഒരേപോലെയാണ്. അപ്പോൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 14 ആയിരുന്നു. ഒന്നാമത്തെ ഹോംവർക്കായിട്ട് സബ്സ്ക്രിപ്ഷൻ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ സഹായം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ സ്പോർട്സ് ഫണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ 4 ആണ്. എല്ലാവരും വീഡിയോ
നന്നായിട്ട് പരാവർത്തി കാണുക. അതോടൊപ്പം തന്നെ ഹോംവർക്കുകൾ വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു all for watching this video.